ഹായ് സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റി 5th സെമ്മ് ഓഫർ ചെയ്യുന്നതാണ് ഓപ്പൺ കോഴ്സ്. ഓപ്പൺ കോഴ്സ് മാത്തമാറ്റിക്സിൻ്റെ എസ്ഐക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് യൂസിങ് ക്രാമേഴ്സ് റൂള്, യൂസിങ് മെട്രിക്സ് മെത്തേഡ്, അതേപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളും, മീന്, മീഡിയന്, മോഡ്, ആവറേജ് മീന് തുടങ്ങിയ കാര്യങ്ങളും, അതേപോലെ തന്നെ പുതിയ 4 ഇയർ കോഴ്സിനകത്ത് സെക്കൻഡ് സെമസ്റ്റർ MDCക്കകത്തും ഇതിലെ ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ. എല്ലാവരും ഇത് മനസ്സിലാക്കുക. ഈ ക്രാമേഴ്സ് റൂള് നിലവിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി 3rd സെം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ BCom എക്കണോമിക്സ് കുട്ടികൾ 2nd ഇയറിലും പഠിക്കുന്ന ടോപ്പിക്സാണ് ക്രാമേഴ്സ് റൂളൊക്കെ. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒറ്റൊരു വീഡിയോ ഇവിടെ ക്രമീകരിക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾവ്. 3 ഇക്വേഷൻ ഉണ്ട്. x + y + z = 6, 2x + y + z = 7, 3x - y + z = 4 യൂസിങ് ക്രാമേഴ്സ് റൂൾ. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എക്സും വൈ ഇസഡും ആണ് ഇവിടെ 3 ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റ് വേരിയബിൾസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മെട്രിക്സ് എഴുതുവാണ്. ലെറ്റ് എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ആദ്യത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റ് 1 1 1 അതാണ് ആദ്യത്തെ റോയ്. രണ്ടാമത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ്റാണ് 2 1 1 അതാണ് സെക്കൻഡ് റോ. മൂന്നാമത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ്റാണ് 3 -1 1 അതാണ് തേർഡ് റോ. അങ്ങനെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതുന്നു. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കോളം മെട്രിക്സ് ആണ്. അത് നമ്മൾ ഈക്വൽ ടുവിന് ശേഷം വരുന്ന 6 7 4 താഴോട്ട് എഴുതുന്നു. ഇനി ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ XYZ എന്ന് കോളം മെട്രിക്സ് ആയിട്ട് താഴോട്ട് എഴുതുന്നു. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനെ മെട്രിക്സിൻ്റെ രീതിയിൽ AX = B ഫോമിൽ എഴുതാം. അപ്പോൾ ക്രാമേഴ്സ് റൂൾ ആയാലും മെട്രിക്സ് മെത്തേഡ് ആയാലും ആദ്യമേ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് A കണ്ടുപിടിക്കണം. ആ മെട്രിക്സിൻ്റെ A എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. ഒരു 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ നിങ്ങൾക്ക് അറിയാം. എന്തുവാ ചെയ്യുന്നത്? ആദ്യത്തെ എലമെൻ്റ് എടുക്കും 1, എന്നിട്ട് അതുള്ള റോയും കോളവും മാറ്റി, അതുള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്ത് ബാക്കി വരുന്ന 2/2ൻ്റെ ഡിറ്റർമിനൻ്റ് അതെങ്ങനെയാണ് ചെയ്യുന്നത്? അത് ഡയഗണൽ വൈസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് അടുത്ത ഡയഗണൽ. അപ്പോൾ നോക്കുമ്പോൾ എന്തുവാ? 1 × 1 + 1. ഇനി മൈനസ് ഇട്ടിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് എന്തോ എഴുതുന്നത്? 1 എഴുതും. എന്നിട്ട് അതുള്ള റോയും കോളം മാറ്റി പഴയ പോലെ ചെയ്യും. അപ്പോൾ 2 - 3. ഇനി പ്ലസ് ഇട്ടിട്ട് മൂന്നാമത്തെ എലമെൻറ്റ് എടുക്കും 1 × അതുള്ള റോയും കോളം മാറ്റും. അപ്പോൾ -2 -3. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഡിറ്റർമിനൻ്റ് നമുക്ക് -2 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ക്രാമേഴ്സ് റൂളിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റ് ഓഫ് A1 എന്ന് വെച്ചാൽ നമുക്ക് A എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം മാറ്റിയിട്ട് ബിയുടെ എലമെൻറ്റ്സ് ഇല്ലയോ അത് ഫസ്റ്റ് കോളമായിട്ട് എഴുതും. ബി എന്തുവായിരുന്നു? 6 7 4 അല്ലേ? അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് കോളമായിട്ട് എഴുതും. ബാക്കിയുള്ളത് മാറ്റത്തില്ല, അതുപോലെ എഴുതും. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കും. അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇവിടെ ചെയ്യുമ്പോൾ -2 എന്നാണ് കിട്ടുന്നത്. ഇനി ഡിറ്റർമിനൻ്റ് A2 ചെയ്യും. A2 എന്ന് വെച്ചാൽ സെക്കൻഡ് കോളം 6 7 4 എഴുതും. ആദ്യത്തതും മൂന്നാമത്തതും അതേപോലെ എഴുതും. എന്നിട്ട് ഡിറ്റർമിനൻ്റ് ചെയ്യും. ഇവിടെ -4 എന്ന് കിട്ടി. ഇനി ഡിറ്റർമിനൻ്റ് A3 എന്ന് വെച്ചാൽ എയ്ക്കകത്തെ മൂന്നാമത്തെ കോളം മാറ്റി B എഴുതും. ബാക്കി അതുപോലെ എഴുതിയിട്ട് ഡിറ്റർമിനൻ്റ് അത് -6 എന്ന് കിട്ടും. ഇനി എക്സ് എന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റ് A1 ഡിറ്റർമിനൻ്റ് A. അപ്പം -2 -2 1 എന്ന് എഴുതി. ഇനി y എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് A2 ഡിറ്റർമിനൻ്റ് A ആണ്. അപ്പം -4 -2 2 എന്ന് കിട്ടും. ഇനി Z എന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റ് A3 ഡിറ്റർമിനൻ്റ് A. അപ്പം -6 -2 3 എന്ന് കിട്ടും. അപ്പോൾ x 1 എന്നും y 2 എന്നും Z 3 എന്നും കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് നമ്മൾ എക്സിന് y എന്നും എക്സിന് 1 എന്നും വൈക്ക് 2 എന്നും ഇസഡിന് 3 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇക്വേഷൻ ശരിയാവുന്നോ നോക്കിയാൽ മതി. നമ്മുടെ ഇവിടെ ഇക്വേഷൻ ശരിയാവും. ഓക്കെ, ഇങ്ങനെയാണ് ക്രാമേഴ്സ് റൂൾ ചെയ്യുന്നത്. 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ചെയ്യുക. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണ്. അപ്പോൾ പഴയ പോലെ തന്നെ ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ നമ്മൾ എയും ബിയും എക്സും പഴയ പോലെ മുമ്പേ പറഞ്ഞ രീതിയിൽ എഴുതുന്നു. AX = B എന്ന് എഴുതും. ഡിറ്റർമിനൻ്റ് A നമുക്ക് -2 എന്ന് കിട്ടി. ഡിറ്റർമിനൻ്റ് 0 കിട്ടാത്തത് കൊണ്ട് ഇൻവേഴ്സ് A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. 0 കിട്ടുവാണെങ്കിൽ A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് യുണീക്ക് സൊല്യൂഷൻ ഇല്ലെന്ന് പറയാം. ഇവിടെ ഡിറ്റർമിനൻ്റ് A -2 കിട്ടി. നോട്ട് 0 = 0 ആയതുകൊണ്ട് ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് കാണാൻ A ഇൻവേഴ്സ് എന്ന് വെച്ചാൽ അഡ്ജോയിൻ്റ് A ഡിറ്റർമിനൻ്റ് A.
അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമേ മൈനർ കണ്ടുപിടിക്കും. അതാണ് അടുത്ത നോക്കിക്കേ. അപ്പോൾ നമ്മുടെ എ എക്സ് ഈസിക്കൽ ടു ബി, എക്സ് കണ്ടുപിടിക്കാൻ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആ ചെയ്യേണ്ടത്. അപ്പോൾ എ ഇൻവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൈനർ കണ്ടുപിടിക്കും. മൈനർ M11. M11 എന്ന് വെച്ചാൽ ആദ്യത്തെ റോയിലെ ആദ്യത്തെ എലമെൻറ്റ്, അതിൻ്റെ മൈനർ എന്ന് വെച്ചാൽ അതുള്ള റോയും കോളം മാറ്റി ബാക്കിയുള്ള ഡിറ്റർമിനൻറ്റ്. അപ്പോൾ 1 + 1 2 എന്ന് കിട്ടി. ഇനി M12 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്, അതുള്ള റോയും കോളം മാറ്റി ബാക്കി ഡിറ്റർമിനൻറ്റ്, അത് 2 - 3 - 1 എന്ന് കിട്ടും. അതേപോലെ തന്നെ M13 - 5, M21 2, M22 - 2, M23 - 4, M31 0, M32 - 1, M33 - 1. ഇനി കോഫാക്ടർ കണ്ടുപിടിക്കണം. കോഫാക്ടർ എന്ന് വെച്ചാൽ ഈ മൈനറിൻ്റെ കൂടെ -1 raised to i + j കൂടെ ചെയ്യും. ഐയും ജെ എന്ന് വെച്ചാൽ നമ്മുടെ താഴെ M12 ആണെങ്കിൽ I1ഉം J2 M23 ആണെങ്കിൽ I2ഉം J3 അപ്പോൾ നമ്മൾ അത് കൂട്ടുമ്പോൾ ആ താഴെയുള്ള നമ്പർ കൂട്ടുമ്പോൾ ഓടാണെങ്കിൽ ഒരു നെഗറ്റീവ് കൂടി ഇടും, ഈവൻ ആണെങ്കിൽ അത് തന്നെ എഴുതും. അപ്പോൾ C11 2, C12 -1ൻ്റെ കൂടെ 1 കൂടെ വരുമ്പോൾ 1, C13 - 5 അങ്ങനെ താഴോട്ട് എഴുതി. ഇനി കോഫാക്ടർ മെട്രിക്സ് C എഴുതുവാണ്. എന്താ നമ്മൾ ഈ C11 C12 C13 ആദ്യത്തെ റോ ആയിട്ട് എഴുതും, C21 C22 C23 രണ്ടാമത്തെ റോ എഴുതും, C31 C32 C33 മൂന്നാമത്തെ റോ ആയിട്ട് എഴുതും. ആ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ റോ എല്ലാം കോളമായിട്ട് എഴുതുക, കോളം എല്ലാം റോ ആയിട്ട് എഴുതുക. അപ്പോൾ കണ്ടോ ഇവിടെ എഴുതിയേക്കുന്നത്, ആദ്യത്തെ റോ ആദ്യത്തെ കോളമായിട്ട് എഴുതി, രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളമായിട്ട് എഴുതി, മൂന്നാമത്തെ റോ മൂന്നാമത്തെ കോളമായിട്ട് എഴുതി. അതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ. ഇനി എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ആ ഈ അഡ്ജോയിൻറ്റിനെ ഡിറ്റർമിനൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം 1/-2 ഇൻറ്റു ആ മെട്രിക്സ്. ഇനി എക്സ് എന്ന് വെച്ചാൽ എ ഇൻവേഴ്സ് ബി. അപ്പോൾ ഇപ്പോൾ എ ഇൻവേഴ്സിൻ്റെ കൂടെ ബിയും കൂടെ ഇൻറ്റു ചെയ്യുക. അങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്തപ്പം 1 2 3 എന്ന് കിട്ടും. പഴയ ആൻസർ തന്നെ കിട്ടി. നമുക്കിങ്ങനെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനകത്ത് ഇട്ട് കൊടുത്ത് അത് ശരിയാണോ എന്നൊന്ന് വെരിഫൈ ചെയ്യണേ. കാരണം നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരാം. നമ്മൾ അശ്രദ്ധ എവിടെയെങ്കിലും ബാധിച്ചാൽ നമ്മുടെ സൈൻ എവിടെയെങ്കിലും തെറ്റിപ്പോകും. സൈൻ തെറ്റിപ്പോയ ആൻസറെ മാറിപ്പോകാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ പേഴ്സൺ ഡിപ്പോസിറ്റ് ₹10,000 ഫോർ 1.5 വർഷം അറ്റ് 8% ഇൻട്രസ്റ്റ്. ഹൗ മച്ച് എമൗണ്ട് ഹി ക്യാൻ വിഡ്രോ ആഫ്റ്റർ 1.5 വർഷം ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ്, ഒന്നാമത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്, രണ്ടാമത്തെ കോമ്പൗണ്ടഡ് ആനുവലി, മൂന്നാമത്തത് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ പഠിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ PNRA/100. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എമൗണ്ട് ഈക്വൽ ടു P × 1 + R/100 n എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ P 10,000 രൂപ, N അല്ലെങ്കിൽ T എന്ന് വെച്ചാൽ അതിൻ്റെ ടൈം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് 1.5 വർഷം, അതായത് 3/2 ഇയർ. ഇനി റേറ്റ് ആണ് 8%. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ PNRA/100 ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1,200 രൂപ എന്ന് കിട്ടും. എമൗണ്ട് എന്ന് വെച്ചാൽ പ്രിൻസിപ്പിളും ഇൻട്രസ്റ്റും കൂടെ കൂട്ടുന്നതാണ്. അപ്പോൾ 10,000ഉം 1,200 കൂട്ടി 11,200 രൂപ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തത് കോമ്പൗണ്ടഡ് ആനുവലി ആണ്. എന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയുമ്പോഴും കോമ്പൗണ്ടഡ് ആനുവലി ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ 1.5 വർഷം എന്നാണ്. അപ്പോൾ 1.5 എന്ന് പറയുന്നത് ഒരു വർഷം, പിന്നെ ഒരു വർഷം കംപ്ലീറ്റ് എടുക്കാനില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ഒരു വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വഴി ടോട്ടൽ എമൗണ്ട് ചെയ്യും. ആ എമൗണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് പുതിയ പ്രിൻസിപ്പിൾ ആക്കിയിട്ട് ബാക്കിയുള്ള 1/2 വർഷത്തേക്ക് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉപയോഗിച്ച് ചെയ്യും. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷൻ എമൗണ്ട് ഈക്വൽ P × 1 + R/100 n ആണ്. അപ്പോൾ 10,000 × 1 + 8/100 1. 1 പ്ലസ് ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ നോക്കിയേ, 1 + 8/100 എന്നല്ലേ. അപ്പം നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂട്ടുക. അപ്പം 108. അതായിരിക്കും നമ്മുടെ പുതിയ ന്യൂമറേറ്റർ. ബൈ ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ പഴയ ഡിനോമിനേറ്റർ 100. അപ്പോൾ 10,000 × 108/100, അപ്പം 10,800 രൂപ.
അതാണ് ഒരു വർഷം കഴിയുമ്പോൾ ഉള്ള പുതിയ പ്രിൻസിപ്പിൾ. അതുപയോഗിച്ച് നമ്മൾ സിമിലറിസ്റ്റ് ചെയ്യുക PNR/100-നകത്ത്. അപ്പം 10,800 ഇൻറ്റു 1/2 ഇൻറ്റു 8/100, അപ്പോൾ 432 രൂപ എന്ന് കിട്ടി. അപ്പോൾ പുതിയ എമൗണ്ട് എന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പിളും ഇൻട്രസ്റ്റും കൂടെ കൂട്ടുന്നത്. അപ്പോൾ 10,800 പ്ലസ് 432 11,232 രൂപ. ഇനി നമ്മൾ കോമ്പൗണ്ട് ഹാഫ് ഇയർലിയാണ്. അപ്പോൾ 1.5 വർഷത്തിനകത്ത് എത്ര ഹാഫ് ഇയർലി ഉണ്ട്? 3 ഹാഫ് ഇയർലി. അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. നമുക്കിപ്പോൾ 1.25 വർഷമോ തന്നായിരുന്നെങ്കിൽ എന്തുവാ, നമ്മൾ ഒരു വർഷത്തിനകത്ത് 2 ഹാഫ് ഇയർലി ഉണ്ട്, പിന്നെ 4 വർഷത്ത് അവിടെ ഹാഫ് എടുക്കാനില്ല. അപ്പോൾ ആ 4 വർഷത്തിൻ്റെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്തേനെ. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. 1.5 വർഷമായിട്ട് 3 കംപ്ലീറ്റ് ഹാഫ് ഇയർ വരുന്നുണ്ട്. അപ്പോൾ P ഇൻറ്റു 1 പ്ലസ് R/200 അപ്പോൾ ഹാഫ് ഇയർലി ആകുമ്പം താഴെ ഒരു 200 ആവും, മേളി 2n എന്നാവും. ഇനി ക്വാർട്ടർലി ആകുമ്പോൾ 4 തവണയല്ലേ. ക്വാർട്ടർലി ആകുമ്പം R/400 എന്നും മേളി 4n എന്നും കൂടെ വരുവേ. ഓക്കെ, ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ A ഈക്വൽ P ഇൻറ്റു 1 പ്ലസ് R/200 ആണ്. അപ്പോൾ 10,000 ഇൻറ്റു 1 പ്ലസ് 8/200 ഇൻറ്റു 3/2. അപ്പോൾ 8/200 നമുക്ക് 2 കൊണ്ട് വെട്ടുമ്പോൾ 4/100 കിട്ടും. അപ്പോൾ 10,000 ഇൻറ്റു 104/100 ഇൻറ്റു 104/100 ഇൻറ്റു 104/100 11,248 രൂപ 64 പൈസ എന്ന് കിട്ടും. അപ്പം നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഒരേ രൂപ 3 രീതിയിൽ 3 ഇൻട്രസ്റ്റ് രീതിയിൽ ചെയ്തപ്പോൾ ഏതാ ലാഭം കിട്ടിയേ? കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, അതിലും കുറവ് കോമ്പൗണ്ടഡ് ആനുവലി, അതിലും കുറവായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി കോമ്പൗണ്ടഡ് ക്വാർട്ടർലിയുടെ ക്വസ്റ്റ്യൻ ആയിരിക്കുമ്പോൾ അതായിരിക്കും കൂടുതൽ ലാഭം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് മീനും മീഡിയനും മോഡ് വെയ്റ്റഡ് മീനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വെയ്റ്റഡ് മീൻ ഓഫ് ഫസ്റ്റ് 5 പ്രൈം നമ്പേഴ്സ് വിത്ത് വെയ്റ്റ്സ് ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഫസ്റ്റ് 5 പ്രൈം നമ്പേഴ്സ്, 1 ഒരു പ്രൈം നമ്പർ അല്ല, ഓർത്തോണേ. പ്രൈം നമ്പർ ഏതൊക്കെയാണ്? ആദ്യത്തെ 5 പ്രൈം നമ്പർ 2, 3, 5, 7, 11. ആദ്യത്തെ 5 ഓഡ് നമ്പർ ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. ഇനി മീൻ എന്ന് വെച്ചാൽ ഇത് ഓരോന്നിൻ്റെയും 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 3 പ്ലസ് 5 ഇൻറ്റു 5 പ്ലസ് 7 ഇൻറ്റു 7 പ്ലസ് 11 ഇൻറ്റു 9 ബൈ ടോട്ടൽ വെയ്റ്റ്. വെയ്റ്റുകളായിട്ട് നമ്മൾ ഉപയോഗിച്ച എന്ത്? ഓഡ് നമ്പർ. അപ്പോൾ ഓഡ് നമ്പർ ഏതൊക്കെ? 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9. അപ്പോൾ അത് ചെയ്തപ്പോൾ 184/25 7.36 കിട്ടി. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വെയ്റ്റഡ് മീൻ ഓഫ് ഫസ്റ്റ് 5 കോമ്പോസിറ്റ് നമ്പർ വിത്ത് വെയ്റ്റ് ഫസ്റ്റ് 5 ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ആദ്യത്തെ 5 കോമ്പോസിറ്റ് നമ്പർ ഏതൊക്കെയാണ്? 4, 6, 8, 9, 10. ഫസ്റ്റ് 5 ഈവൻ നമ്പർ ഏതാ? 2, 4, 6, 8, 10. അപ്പോൾ നമ്മൾ മീൻ എങ്ങനെ എഴുതുന്നത്? കറസ്പോണ്ടിങ് ഓരോന്ന് ഇൻറ്റു ചെയ്ത് ന്യൂമറേറ്റർ എഴുതും, സബ്മിറ്റ് ബൈ നമ്മുടെ വെയ്റ്റുകളുടെ സമ്മ. അപ്പോൾ 4 ഇൻറ്റു 2 പ്ലസ് 6 ഇൻറ്റു 4 പ്ലസ് 8 ഇൻറ്റു 6 പ്ലസ് 9 ഇൻറ്റു 8 പ്ലസ് 10 ഇൻറ്റു 10 ബൈ ഈവൻ നമ്പർ കൂട്ടുക 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 10 252/30 8.4 കിട്ടി. ഇനി ഒരു ക്വസ്റ്റിനോട് നമുക്ക് നോക്കാം. 2, 6, 4, 3, 6, 5 6 നമ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കുക. മീനെന്ന് വെച്ചാൽ ഈ നമ്പറെല്ലാം കൂടെ കൂട്ടുക ബൈ നമ്പർ. ഈ നമ്പറെല്ലാം കൂടെ കൂട്ടുമ്പം 26 കിട്ടും. 6 നമ്പറുണ്ട്, ഇപ്പോൾ 26/6 4.33 എന്ന് കിട്ടും. മീഡിയം എന്ന് വെച്ചാൽ ഈ തന്നേക്കുന്നതിനെ അസെൻഡിങ് ഓർഡർ ആക്കുക. അസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ 2, 3, 4, 5, 6, 6 നടുക്ക് വരുന്ന എഴുതുക. അപ്പോൾ ഓഡ് നമ്പർ ആയിരുന്നെങ്കിൽ നടുക്ക് ഒരെണ്ണമാണ് വരുന്നത്. അപ്പോൾ ആ നമ്പർ എഴുതി വെച്ച് ഇവിടെ ഇപ്പോൾ ഈവൻ നമ്പർ ഉണ്ടായി നടുക്ക് 2 എണ്ണം വരും. അപ്പോൾ ആ 2 എണ്ണത്തിൻ്റെയും കൂടെ പകുതി ഇവിടെ നടുക്ക് വരുന്ന 4, 5 ആണ്. അതിൻ്റെ പകുതി എന്തോ 4.5. അതാണ് അവിടുത്തെ മീഡിയൻ. മോഡെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇവിടെ റിപ്പീറ്റ് ചെയ്ത നമ്പർ ഏതാ? 6. അപ്പോൾ അതാണ് മോഡ്. അപ്പം നമുക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നന്നായിട്ട് മനസ്സിലാക്കുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.